കൊല്ലം ദേശീയപാതയിൽ വിള്ളൽ. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡിനാണ് വിള്ളലുണ്ടായത്. റോഡിനോട് ചേർന്ന് ഭൂമി കുഴിക്കുന്നതിന് മുൻപ് റെയിൽവേ ദേശീയപാത അതോറിറ്റിയുടെ അനുമതി വാങ്ങിയിരുന്നില്ല. രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, എവിടെയാണ് വിള്ളൽ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നൂറുകണക്കിന് വാഹനങ്ങളാണ് എൻ്റെ ഈ മുമ്പിൽ കാണുന്ന ദേശീയപാത അതോറിറ്റിയുടെ NH 66 കീഴിൽ പോകുന്ന ഈ വഴി. ഇത് പഴയ ദേശീയപാതയായിരുന്നു. പക്ഷേ ഇത് ഈ ചിന്നക്കട മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഇപ്പോഴും ദേശീയപാതയുടെ അതോറിറ്റിയുടെ കീഴിലാണ് ഈ റോഡ് വരുന്നത്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ ഇവിടെയാണ് ഈ റോഡിൽ നമ്മളിപ്പോൾ ഈ വിള്ളൽ നമുക്കിവിടെ കാണാം, വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഈ റെയിൽവേ, അതിൽ ഏറ്റവും വലിയ ഒരു അബദ്ധമെന്ന് പറയുന്നത് റെയിൽവേ ഇവിടെ ഈ പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഭാഗത്ത് ഇവിടെ പുതിയ കെട്ടിടങ്ങൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പായിരുന്നിരിക്കണം ഇവിടെ ഈ അണ്ടർഗ്രൗണ്ടിൽ ഇതിലെ ഭൂഗർഭ ഇതിൻ്റെ കെട്ടിടങ്ങൾ മറ്റും ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കുഴിയെടുക്കാനും അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് വേണം അപ്പുറത്ത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവിടുത്തെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ താഴോട്ട് ഇത് കുഴിക്കുന്നത്. അതുമാത്രമല്ല, ഈ താഴെ അത് കോൺക്രീറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ നമുക്ക് കാണുകയും ചെയ്യാം. അതേസമയം തന്നെ ഇത് നാഷണൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ ഇത് അനുമതി വാങ്ങിയിട്ടില്ല. അവരെ അറിയിക്കാതെയാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ ഇവിടെ മണ്ണിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവർ തന്നെ, റെയിൽവേ തന്നെ ഇവിടെ കോൺ വെച്ചിട്ട് അങ്ങോട്ട് ആരും കടക്കാതിരിക്കാൻ, അപകടമുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരിത് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതേസമയം റോഡിൻ്റെ ഈ ഭാഗത്തെല്ലാം ഇടിവും സംഭവിച്ചിട്ടുണ്ട്. ഇതുവഴി ടൺ കണക്കിന് വെയിറ്റുള്ള വാഹനങ്ങളാണ്, എന്തിന് പാരിപ്പള്ളിയിലേക്കുള്ള ISUവിലേക്കുള്ള ഗ്യാസ് നിറച്ചിട്ടുള്ള വലിയ സിലിണ്ടർ വാഹനങ്ങളും പോകുന്നത് ഇതുവഴിയാണ്. ഈ സ്വാഭാവികമായും ഭാരം കൂടുമ്പോൾ ഈ റോഡിൻ്റെ താഴേക്കുള്ള കുഴി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ആഴം നോക്കിക്കഴിഞ്ഞാൽ റോഡ് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതിപ്പോൾ റെയിൽവേയുമായി നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുഴിയെടുത്തിട്ടുള്ളത്. ഇത് NHൻ്റെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടു. അവർ തന്നെ പറഞ്ഞത് റെയിൽവേക്ക് നോട്ടീസ് നൽകി അവർക്കെതിരെ കേസെടുക്കും, അവരുടെ ചെലവിൽ തന്നെ ഈ നഷ്ടം നികത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് PWDക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി ഈ പ്രശ്നത്തിൻ്റെ ഈ അപകടം ഇതുണ്ട്, അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലം ഈസ്റ്റ് പോലീസ് ഈ PWD അധികൃതർക്ക്, അതായത് ദേശീയപാത അതോറിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടറും ഇതിൽ ഇടപെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.